ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ വാർത്ത വർദ്ധിച്ചുവെന്ന ഒരാഴ്ച തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം. കോവളത്ത് നിന്ന് വന്ന വാർത്തയും എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നുതന്നെയായിരുന്നു എന്ന് തീർച്ചപ്പെടുത്താം. കോവളത്ത് ഭർത്തൃവീട്ടിൽ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങിയ ആത്മഹത്യാക്കുറിപ്പും ശബ്ദ സന്ദേശവും കണ്ടെടുത്തുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലും സൂചനകളിലും കേസന്വേഷണത്തിലും തെളിയുന്നത്. ബുക്കിൽ എഴുതി സൂക്ഷിച്ചിരുന്ന ആത്മഹത്യാക്കുറിപ്പും ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്ന ശബ്ദ സന്ദേശവുമാണ് മുറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. തന്റെ ഫോൺ വിശദമായി പരിശോധിക്കണമെന്നും എല്ലാ തെളിവുകളും അതിലുണ്ടെന്നും ഇനി ഇവിടെ നിൽക്കാനാകില്ലെന്നുമാണ് യുവതി ആത്മഹത്യാക്കുറിപ്പിലൂടെ പറഞ്ഞത്. ഭർത്താവ് അഭിലാഷ് മദ്യവെച്ച് നിരന്തരം ഉപദ്രവിക്കുമായിരുന്നതിന്റെ തന്റെ മരണകാരണമായ അഭിലാഷ് എന്നും കുറിപ്പിൽ വ്യക്തമായി തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ കോവളത്തെ ആത്മഹത്യാക്കുറിപ്പിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ തെളിവും ഭർത്താവിനെതിരെ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ മാത്രമുള്ള തെളിവുകളും ലഭിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. വിഴിഞ്ഞം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് സമീപം പൊടിയണവിള വീട്ടിൽ അഭിലാഷിന്റെ ഭാര്യ വിഘ്നേശ്വരിയാണ് ചൊവ്വാഴ്ച വൈകിട്ടത്തോടെ 1-ാം നിലയിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഘ്നേശ്വരിക്ക് 27 വയസ്സായിരുന്നു. വിഘ്നേശ്വരിയുടെ മരണക്കുറിപ്പിലെ വെളിപ്പെടുത്തലുകൾ അടിസ്ഥാനത്തിൽ ഭർത്താവ് അഭിലാഷിനെ വിഴിഞ്ഞം പോലീസ് ഉടനടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നാഗർകോവിൽ സ്വദേശികളായ നാഗരാജിന്റെയും കലയുടെയും മകളായ വിഘ്നേശ്വരിയും അഭിലാഷും തമ്മിലുള്ള വിവാഹം 2 വർഷം മുൻപാണ് നടന്നത്. വിവാഹത്തിന് ശേഷമുള്ള ആദ്യ നാളുകളിൽ പ്രശ്നങ്ങളില്ലായിരുന്നുവെങ്കിലും പിന്നീട് അഭിലാഷ് മദ്യവെച്ച് വിഘ്നേശ്വരിയെ മാനസികമായും ശാരീരികമായും ക്രൂരമായി പീഡിപ്പിക്കുന്നത് പതിവായിരുന്നു എന്ന് തന്നെ പറയാം. സഹിക്കാതെ ഉപദ്രവങ്ങൾക്കൊടുവിൽ യുവതി സ്വന്തം കിടപ്പുമുറിയിൽ ജീവനൊടുക്കുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് സംഭവ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. വൈകിട്ടത്തോടെ അഭിലാഷിന്റെ അച്ഛൻ ചന്ദ്രൻ വീട്ടിലെത്തുമ്പോൾ വീട് അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. വിഘ്നേശ്വരിയെ ഫോണിൽ വിളിച്ചിട്ടും പ്രതികരണമൊന്നും ഉണ്ടായില്ല എന്നതാണ് സത്യം. തുടർന്ന് സംശയം തോന്നി അയൽവാസിയുടെ സഹായത്തോടെ ജനൽ ചില്ല് തകർത്ത് നോക്കുമ്പോഴാണ് യുവതിയെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം മരണം സംഭവിച്ചു. യുവതി വ്യക്തമാക്കിയതുപോലെ മരണത്തിന് പിന്നിലെ എല്ലാ ക്രൂരതകളും തെളിവുകളും കണ്ടെത്താനായി ഫോൺ വിശദമായി പരിശോധനയ്ക്കായി ഫോറൻസിക് ലബോറട്ടറി കൈമാറുമെന്നും വിഴിഞ്ഞം പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതലും സംശയം നേരെ പോകുന്നത് ഭർത്താവിലേക്ക് തന്നെയാണ് എന്ന് പറയാം. ഓരോ കാര്യങ്ങളും കെട്ടഴിച്ചു വിടുന്ന രീതിയിലേക്ക് തന്നെ ആത്മഹത്യാ കുറിപ്പുകളും നീങ്ങുകയാണ്. ഇത്തരത്തിൽ വ്യക്തമായി എഴുതിയ കുറിപ്പ് കൊണ്ട് തന്നെ ഭർത്താവിൽ നിന്നും കേൾക്കുന്ന പീഡനങ്ങൾ തന്നെയാണ് ശരിക്കും പെൺകുട്ടികൾ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്നതെന്നും അതുപോരാതെ ഭർത്തൃവീട്ടിൽ നിന്ന് നേരിടുന്ന കുത്തുവാക്കുകളും ആ സ്ത്രീകളെ വല്ലാതെ ബോധരഹിതരാക്കുന്നുവെന്നും അവരെ അതോടെ അസ്വസ്ഥരാക്കുന്നുവെന്നും അത് മാനസിക പീഡനത്തിലേക്ക് നീങ്ങുന്നുവെന്നും മനസ്സിലാകുന്നു.